സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ സ്വാമിയിലേക്ക് എത്തിപ്പെട്ട വഴികളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. എൻ്റെ കുടുംബക്ഷേത്രത്തിലൂടെയാണ് ഞാൻ ആദ്യമായി സ്വാമിയിലേക്ക് എത്തുന്നത്. പൂർവികരായി ഉപാസിച്ചു വന്നിരുന്ന കുടുംബഭരദേവതകളെ അച്ഛൻ്റെ അച്ഛൻ തറവാട്ടിലൊരു മുറിയിലാണ് വിളക്ക് വെച്ച് ആരാധിച്ചു പോന്നിരുന്നത്. അന്ന് ചെറിയ പീഠങ്ങളായിരുന്നു ദേവതാ സങ്കല്പങ്ങൾ. കാലങ്ങൾക്ക് ശേഷം എൻ്റെ അച്ഛനിലേക്ക് ഇതെല്ലാം എത്തപ്പെട്ടു. അത് ചെറിയൊരു കഥയാണ്. അച്ഛന് വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല ഇതിൽ. ഒരു ദിവസം വിളക്ക് വയ്ക്കുന്ന സമയത്ത് അച്ഛൻ തൊട്ടടുത്തുള്ള ഒരു വീട്ടിൽ കൂട്ടുകാരൊക്കെ എത്ത് സല്ലപിച്ചിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് അച്ഛനിൽ സ്വാമി നൃത്തം ചെയ്തുകൊണ്ട് അവിടെ നിന്നും തറവാട്ടിലേക്ക് വരുന്നത്. അത് പറഞ്ഞു കേട്ട അറിവാണ്, ബാക്കിയൊന്നും എനിക്കറിയില്ല. അങ്ങനെയാണ് എൻ്റെ അച്ഛന് ഈ ദേവതകളിലൊക്കെ ഉറച്ച വിശ്വാസം ഉണ്ടാവുന്നത്. പിന്നീട് അച്ഛൻ അവരെ മുറുകെ പിടിച്ചു. കാലങ്ങൾക്കപ്പുറം ചെറിയൊരു കൊട്ടിലും മുല്ലത്തറയൊക്കെ പണി കഴിപ്പിച്ചു. പീഠങ്ങളൊക്കെ അവിടേക്ക് മാറ്റി. എൻ്റെ ഓർമ്മ അന്ന് അവിടെ മുതലാണ് തുടങ്ങുന്നത്. അവിടെ വർഷത്തിൽ 1-2 തവണയൊക്കെ പൂർവികമായ രീതിയിൽ കലശങ്ങൾ നടക്കും. അപ്പോൾ സ്വാമിക്ക് നൃത്തം ചെയ്യുമ്പോൾ ആ കൽപ്പനയും നൃത്തമൊക്കെ കാണാൻ വളരെ ഇഷ്ടമാണ്. അപ്പോൾ അടുത്ത് പോയി നിൽക്കും ഞാൻ. അങ്ങനെ കുറച്ച് കാലങ്ങളൊക്കെ കഴിഞ്ഞ് വർഷങ്ങൾക്കപ്പുറം സ്വാമിക്ക് അവിടെ വിഗ്രഹപ്രതിഷ്ഠ വരികയാണ്. അങ്ങനെ വിഷ്ണുമായ സ്വാമിയുടെ വിഗ്രഹപ്രതിഷ്ഠ വളരെ ഭംഗിയായി നടന്നു. അന്ന് തന്ത്രി ഒരു ധാരണ വയ്ക്കുകയുണ്ടായി. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും സന്ധ്യാസമയങ്ങളിൽ വിളക്ക് കത്തിക്കുക, അതുപോലെ മാസത്തിൽ ഒരു തവണ വിശേഷാൽ പൂജയും ചെയ്യുക എന്ന്. അങ്ങനെ അവിടെ വിളക്ക് വയ്ക്കുന്നതിനുള്ള ഭാഗ്യം എനിക്ക് ലഭിക്കുകയാണ്. അന്ന് മുതലാണ് ഞാൻ ആദ്യമായിട്ട് സ്വാമിയുമായിട്ടുള്ള ബന്ധം വരുന്നത്. അങ്ങനെ എല്ലാ ദിവസവും വിളക്ക് വയ്ക്കും. രാവിലെ വിളക്ക് വെച്ചിട്ടാണ് സ്കൂളിൽ പോവുക. അങ്ങനെ എല്ലാ ദിവസവും വിളക്ക് വയ്ക്കും. മാസത്തിലൊരിക്കൽ പൂജ, അത് അച്ഛൻ ചെയ്യും. അച്ഛൻ ചെയ്യുമ്പോൾ അത് നോക്കി നിൽക്കും ഞാൻ. വീട്ടിലൊരു പൂജാ പുസ്തകവുമുണ്ട്. അതും നോക്കി അച്ഛൻ ചെയ്യുന്നതൊക്കെ നോക്കി ചെറിയ രീതിയിൽ പൂജ ചെയ്യാൻ പഠിച്ചു. അങ്ങനെ മാസത്തിലെ വിശേഷാൽ പൂജ ചെയ്യുവാനുള്ള ഭാഗ്യം എന്നിലേക്ക് വരികയാണ്. അതിനുള്ളിൽ സ്വാമിയുടെയും മറ്റു ദേവതകളുടെയുമെല്ലാം പൂർവികരായി ഉപാസിച്ചു വന്നിരുന്ന മന്ത്രങ്ങൾ അച്ഛനിൽ നിന്നും സ്വായത്തമാക്കിയിരുന്നു. അങ്ങനെ വീണ്ടും സ്വാമിയുമായിട്ടുള്ള ആ ബന്ധം പതുക്കെ മുറുകി വന്നു. അന്നെല്ലാം പൂജ ചെയ്യുമ്പോഴുള്ള മന്ത്രജപം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ വിധി അനുസരിച്ചുള്ള ജപമോ കാര്യങ്ങളോ ഒന്നും അറിയില്ലായിരുന്നു. അങ്ങനെ വിളക്ക് വയ്പ്പും മാസത്തിലെ പൂജയുമൊക്കെയായി പോകുമ്പോൾ ഒരിക്കൽ അച്ഛൻ ഗുരുമുത്തപ്പന് നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ വിളിച്ച് തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചുകൊണ്ട് പറയുകയാണ്, 1 വർഷക്കാലം ബ്രഹ്മചര്യവ്രതം അനുഷ്ഠിച്ചുകൊണ്ട് പൂജ പഠിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ വാക്ക് ശിരസാ വഹിച്ചുകൊണ്ട് 1 വർഷക്കാലം ബ്രഹ്മചര്യവ്രതം അനുഷ്ഠിക്കുകയാണ്. അങ്ങനെ 1 വർഷം ബ്രഹ്മചര്യവ്രതം അനുഷ്ഠിച്ചുകൊണ്ട് അതിന് ശേഷമാണ് പൂജ പഠിക്കാൻ പോകുന്നത്. പൂജ പഠിക്കാൻ പോയി തുടങ്ങിയപ്പോൾ വിധി അനുസരിച്ചുള്ള ജപങ്ങളും സന്ധ്യാവന്ദനങ്ങൾ കാര്യങ്ങളൊക്കെ പഠിച്ചു. അപ്പോൾ ഞാൻ സ്വാമിയുടെ മന്ത്രങ്ങൾ, നമുക്ക് ലഭിച്ചിരിക്കുന്ന പൂർവികരായിട്ട് കൈമാറി വന്ന മന്ത്രങ്ങളൊക്കെ ഉപാസനയായിട്ട് അനുഷ്ഠിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ജപം ഉപാസന ഒക്കെ അറിയാൻ തുടങ്ങിയത്. അപ്പം നല്ല രീതിയിൽ അങ്ങനെ പൂജ പഠിച്ചു. അത് എൻ്റെ ക്ഷേത്രത്തിൽ തന്നെ ഞാൻ നിത്യപൂജയായിട്ട് തന്നെ ചെയ്തു തുടങ്ങി. വിശേഷമായിട്ട് മാസത്തിൽ വളരെ വിശേഷമായി പൂജയും ഒരു ദിവസം നടത്തും. അങ്ങനെ സ്കൂൾ വിദ്യാഭ്യാസത്തോടൊപ്പം പൂജയും ഉപാസനയും കൊണ്ടുപോകുന്ന കാലം പതുക്കെ പുറമേയുള്ള പൂജകൾക്കൊക്കെ പോകുവാൻ തുടങ്ങി. അങ്ങനെ ധാരാളം പൂജകൾ ചെയ്യാൻ അവസരം കിട്ടി. ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠാദി കാര്യങ്ങളിൽ പങ്കെടുത്തു.
ഉത്സവാദി ക്രിയകളെല്ലാം ചെയ്തു. അങ്ങനെ സ്വാമിയുടെ പൂജയും ഉപാസനയും മന്ത്രജപവുമൊക്കെ ആയിട്ട് പോകുന്ന അവസരത്തിൽ സ്വാമിയുടെ നൃത്തകല എന്നിലേക്ക് എത്തിപ്പെടുകയാണ്. അതിനിടയിൽ ഒരുപാട് പ്രാർത്ഥനാനുഭവങ്ങളൊക്കെ ഉണ്ടാവാൻ തുടങ്ങി. ജപം ഉപാസന തുടങ്ങിയ അവസരങ്ങളിലൊക്കെ അനുഭവിക്കാൻ തുടങ്ങി. ഓരോ അനുഭവങ്ങളും ശരിക്കും നമുക്ക് സ്വാമി മുന്നിലായി നിന്ന് ചെയ്തു തരുന്നതെന്ന് മനസ്സിലാവാൻ തുടങ്ങി. ഈ നൃത്തകല അച്ഛനായിട്ട് തന്നെ എന്നിലേക്ക് പകർന്നു നൽകുകയാണ് ഉണ്ടായത്. അത് എത്തിപ്പെട്ടപ്പോൾ മന്ത്രം ജപിച്ചും പൂജ ചെയ്തുമുള്ള അനുഭവങ്ങൾക്കൊക്കെ അപ്പുറം സ്വാമിയെ തൊട്ടറിയുകയാണ് ഞാൻ ഉണ്ടായത്. ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന പോലെയാണ് ആദ്യമായിട്ട് സ്വാമിയുടെ നൃത്തം വന്നപ്പോൾ ഉണ്ടായത്. സ്വാമിയുമായിട്ടുള്ള എൻ്റെ ബന്ധം അവിടെ ഊട്ടി ഉറപ്പിക്കുകയായി. അന്നു മുതൽ എൻ്റെ പ്രാണനായി വിഷ്ണുമായ സ്വാമി എന്നും കൂടെയുണ്ട് എൻ്റെ. അങ്ങനെയാണ് സ്വാമിയുമായിട്ടുള്ള ബന്ധം ഇത്രയും ദൃഢമായി വന്നത്. അനുഭവങ്ങളൊക്കെ ഒരുപാടുണ്ട്. അതൊക്കെ മറ്റൊരവസരത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാം. അതുപോലെ നിങ്ങൾക്കും ഉണ്ടാകുന്ന അനുഭവങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.